PN പണിക്കർ അനുസ്മരണം. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് ചെയർമാൻ KC തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ MC ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ പ്രതിഭാ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കർ അനുസ്മരണവും സാഹിത്യ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർമാൻ KC തോമസിന്റെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഫേസ്ബുക്കിൽ നല്ല പുസ്തകങ്ങൾ ഇരുന്ന് മനസ്സ് തുറന്ന് വായിക്കാൻ കഴിയും. ഞാൻ വായിക്കുമല്ലോ എന്ന് പറയാം. ഫോണിൻ്റെ അത്രയും സാധനമാണല്ലോ വായിക്കുന്നത്. ഇതൊരു വായനയല്ല. നല്ല പുസ്തകമെടുത്ത് ആ പുസ്തകം വായിക്കാൻ മനസ്സ് തുറന്ന് നമ്മുടെ മനസ്സ് അതിൻ്റെ അകത്തേക്ക് വരുന്ന ആ അക്ഷരങ്ങളിലേക്കുള്ള ആ ഒരു വായന ഇത് തിരിച്ചൊന്ന് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇടപെടലുകളും പാഠപുസ്തകവും ദിവസത്തിലുള്ള പത്രപുസ്തക വായനയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നല്ല പുസ്തകങ്ങളിലേക്ക് നല്ല അറിവിലേക്കുള്ള തിരിച്ചുവരവായി മാറ്റിയെടുക്കാൻ കഴിയും. ഒരു ഇന്ന പീരീഡ് ഓഫ് ടൈമിൽ ലൈഫ് ലോങ് മാത്രമല്ല ആ പുസ്തകത്തിൽ കിട്ടുന്ന അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തിട്ടായിരിക്കും ആ മനുഷ്യൻ ചിലപ്പോൾ ലോകത്ത് നിന്ന് പോകുന്നത്. അവൻ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് ഒരു MLA എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതെന്ന് ചോദിച്ചാൽ ബുക്സിന് കൊടുത്ത പൈസയാണ്. ബുക്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ്. എനിക്കത് എപ്പോഴും പറയാൻ കഴിയുന്നത് തന്നെ. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ MC ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങളുടെ സഹോദരിമാരുടെ മനസ്സിലും സഹോദരന്മാരുടെ മനസ്സിലും തെളിഞ്ഞു വന്ന ഒരു ചിത്രമാണ് കസ്തൂർബ ഗാന്ധി. ഒരു പുരുഷന്റെ വിജയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ സഹധർമ്മിണിയായി നിന്നുകൊണ്ട് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിശബ്ദമായി ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വനിതയെ സ്മരിക്കാതെ പോകുന്നത് തെറ്റാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി എന്ന ഒരു പുതിയ സംഘടന രൂപം കൊള്ളുന്നത്. ജില്ലാ ചെയർമാൻ MM ഷാജഹാൻ PN പണിക്കർ അനുസ്മരണം നടത്തി. പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC ജോസ് വായനാ ദിന സന്ദേശം നൽകി. ഗാന്ധി ദർശൻ വേദി പിറവം ബ്ലോക്ക് ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദ്, UDF ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം, കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർപേഴ്സൺ പുഷ്കല ഷൺമുഖൻ, ജില്ലാ സെക്രട്ടറി ജെയിംസ് കുറ്റിക്കോട്ടയിൽ, ബ്ലോക്ക് ചെയർപേഴ്സൺ നിജി ബിജു, പിറവം മണ്ഡലം ചെയർമാൻ ഷിബു കരേക്കാട്ട്, ഗാന്ധി ദർശൻ വേദി ചെയർപേഴ്സൺ കവിത MK, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാബു നരേക്കാട്ട്, കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന കമ്മിറ്റി അംഗം തമ്പി ഇലവംപറമ്പിൽ, KPGD പിറവം ബ്ലോക്ക് സെക്രട്ടറി സണ്ണി കണ്ണമേലിൽ, കൗൺസിലർമാരായ VT പ്രതാപൻ, രമ്യ ബിജോയ്, ജിജി ജോജി, ഫാദർ വർഗീസ് മഠത്തിൽ കുന്നത്ത്, സുരേന്ദ്രൻ പിറവം, അജിമോൻ രാമമംഗലം, ആഷിൻ, എൽസ എൽദോ എന്നിവർ സംസാരിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പിറവം ബ്ലോക്ക് കമ്മിറ്റിയുടെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. പിറവം നിയോജക മണ്ഡലത്തിലെ സാഹിത്യ പ്രതിഭകളായ ബിജു CP, റോസ്ലി ജോയ്, അനൂപ് കക്കാട്, സജിനി S, ഹരീഷ് R നമ്പൂതിരിപ്പാട്, സുബി സൂസൻ, നാഥൻ CK, തങ്കച്ചൻ മുടക്കാരിൽ, ജേക്കബ് C മങ്കിടി, VM മാത്യു എന്നിവരെ ചടങ്ങിൽ സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. ദേശീയ വായനാ ദിനം ഇവിടെ കേരളത്തിൽ നമ്മുടെ ആരാധനായ PN പണിക്കരുടെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് അത് നമ്മൾ വളരെ ഗംഭീരമായി പ്രവർത്തനം ഒരു പുറസേനൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന പ്രശസ്തരായ കേരളത്തിൻ്റെ സാഹിത്യകാരൻ്റെ വീട്ടിൽ അവിടെ ചെന്ന് അദ്ദേഹത്തെ ആദരിച്ചു നേരി ഞങ്ങൾ ഭാരവാഹികളുണ്ടായിരുന്നു. സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ കിടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കോൺഗ്രസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടനയല്ല ഇത്. ഗാന്ധി ദർശൻ വേദിയെ കുറിച്ച് ഞാൻ എൻ്റെ പരിമിതമായ ഒരു കാഴ്ചപ്പാട് കാണുന്നത് അതിനപ്പുറത്ത് ചില കാഴ്ചപ്പാടുകളും പ്രവർത്തന രീതികളും എടുക്കേണ്ട സാഹചര്യം രാജ്യത്ത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. യു മാൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിലിന് കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Shot! Great connection! That's another 6! Last ball, 6 runs! Is that a 6? Yes! It's a 6! Yeah!
കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.